അപ്പോൾ എല്ലാം ഇന്നക്കുട്ടി പറഞ്ഞതുപോലെ ഞങ്ങൾ പോയി 9-ാം മാസത്തിൻ്റെ 4 കുത്തിവെപ്പ് എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇന്നക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങുന്ന ഭാവമില്ല കേട്ടോ. പിന്നെ എൻ്റെ മേത്ത് കയറി കളിക്കുവാണേ. ഞാൻ അവൾക്ക് കുട്ടുമ്പക്കുട്ടുമാണ് കേട്ടോ പാടിക്കൊടുക്കുന്നത്. കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ വലിയ ബഹളമില്ലാതെ അച്ഛൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി ഇന്നുവിനെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള ചേട്ടൻ്റെ ഓട്ടോയ്ക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഇന്നക്കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതാണ് മോഹം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. നേരത്തെ ഇറങ്ങിയത് വേറെ ഒന്നുമല്ല, 1 മണി വരെയൊക്കെയല്ലേ ഇഞ്ചക്ഷൻ ഉണ്ടാവുള്ളൂ. ഇനി തിരക്കാണെങ്കിൽ എടുക്കാൻ പറ്റാണ്ടായി പോയാലോ എന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഇഞ്ചക്ഷനൊക്കെ കിട്ടി സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇന്നക്കുട്ടി കോട്ടുവ ഇടലാണ് കേട്ടോ പരിപാടി. അങ്ങനെ വീടെത്തി വന്ന പാടെ പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല വേദനയുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഫീഡ് ചെയ്തപ്പോൾ കരച്ചിൽ നിന്നു. സമയത്തോട് സമയം വരെ വേദന ഉണ്ടാവും എന്നാണല്ലോ പറയുന്നത്. രാത്രി സമയത്ത് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇതിന് മുന്നത്തെ വാക്സിൻ എടുത്തപ്പോൾ രാത്രി സമയത്ത് നല്ല കരച്ചിലായിരുന്നു. ഇന്നത്തെ കാര്യം എങ്ങനെയെന്ന് അറിയില്ല, മിക്കവാറും ഉറക്കം പോയത് തന്നെ. അപ്പം നാളെ കാണാവേ. ടാറ്റാ.